ഇപ്പോൾ പരിചയമുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ PR ടീമായിട്ടുള്ളൊരു സംഭവം ഇല്ല. അതിപ്പം നിലവിലിപ്പം വേറെ കുറെ ആൾക്കാർ ഇപ്പം എനിക്ക് തോന്നുന്നു പൊട്ടിമുളച്ച് വന്നിരിക്കുന്നതാണ് ഇതൊക്കെ. കാര്യം ഭയങ്കര സാഡ് ആയിട്ടുള്ള BGM ഒക്കെ ഇട്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന്, എല്ലാവരും കൂടിയിട്ട് ആ കുട്ടി 23 വയസ്സുള്ള കൊച്ചുകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളായിരിക്കാം മേ ബി. പിന്നെ PR ടീമുകളാണോ അതാണെന്നോ അതിനകത്തോട്ട് എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമില്ല. ബിക്കോസ് എനിക്ക് അറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റും, അതുള്ള കാര്യം തന്നെയാണ്. എൻ്റെ അറിവിൽ എന്തായാലും ഇല്ല. പിന്നെ ജാസ്മിന് ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് അത്യാവശ്യം നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട്. കാര്യം ഒരു ഡിബേറ്റിൽ ജാൻമണിക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചത് അതും അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ഗബ്രിയുടെ ഒക്കെ കൂടെയുള്ള ഇരിപ്പും കെട്ടിപ്പിടുത്തവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടേ നമ്മുടെ കേരളത്തിൽ. അപ്പൊ അവരും മേ ബി സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ടീമുകളൊക്കെ ആയിരിക്കാം. അല്ലാതെ ജാസ്മിൻ അവിടെ ഇത്രയും ദിവസം നിങ്ങൾ ഈ പറയുന്ന പോലെ ഗെയിം കളിച്ച് എന്ത് മാങ്ങാത്തൊലിയാണ് അതിനകത്ത് കളിച്ചിട്ടുള്ളത്, ഒരു തേങ്ങ അതിനകത്ത് കാണിച്ചിട്ടില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും പറയാൻ മനസ്സിലാവുന്ന കാര്യം തന്നെ. എന്താ കഴിഞ്ഞാൽ ഇന്ന് ലാലേട്ടൻ ഹൈജീനെ പറ്റിയിട്ട് എടുത്തു ചോദിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. ചെരുപ്പിടാതെ ഞാനിപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആണെന്ന് ജാസ്മിൻ പറയുമ്പോൾ ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്, ഇത് തോന്നി കിടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ട് ഇത് വീടല്ല എന്നാണ് ലാലേട്ടൻ അതിനകത്ത് ഉദ്ദേശിച്ചത്. എന്നിട്ട് ലാലേട്ടനെ എന്നിട്ട് എയിം ചെയ്ത് കണ്ട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ എന്നിട്ട് ചൂടായി സംസാരിക്കുന്നുണ്ട്. എന്തായാലും അതെങ്കിലും ചോദിച്ചത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. അല്ലെ അതെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഈ ഷോ ശരിക്കും പറഞ്ഞാൽ ജാസ്മിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആയിട്ട് മാറും. അതെന്തായാലും ഏറ്റവും വലിയൊരു കാര്യം അതെങ്കിലും ചോദിച്ചാൽ. അത് മാത്രമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ജയിലിലെ കാര്യം ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ജയിലിലൊക്കെ ആ ഒരു ക്യാപ്റ്റൻ ചെന്നിട്ട് ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ക്യാപ്റ്റനെ തട്ടിമാറ്റി കയറി കെട്ടിപ്പിടിക്കുന്നതെന്നൊക്കെ പറയുന്നത് വെറും തോന്നിവാസമാണ്. അതൊക്കെ ശരിക്കും ചോദിക്കേണ്ടതായിരുന്നു, അതൊന്നും ആരും ചോദിച്ചില്ല. എനിവേ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.